പേരെങ്ങനെയാണ്? പവിത്ര. സഹോദരന്റെ പേരെന്താണ്? മണികണ്ഠൻ. മണികണ്ഠൻ എങ്ങനെ എഴുതാ? ഇതുപോലെയാണ് എഴുതല്. ഇത് മണികണ്ഠൻ തന്നെയാണ് എഴുതിയേക്കണം അല്ലേ? ശരിയാണെന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ. ഓക്കെ. ഹായ്, ഇന്ന് ഫെസ്റ്റിവലിലെ കൂട്ടുകാർക്ക് ഒരു ടാസ്ക് ആണ് തരുന്നത്. ഒരു വാക്ക് തരും, അതും മലയാളത്തിൽ എഴുതണം. മണികണ്ഠൻ എന്നാണ് എഴുതേണ്ടത്. ശരിയായി എഴുതുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതിൽ എടുക്കുന്നവരെ കാണാം. ഹായ്, ഞാൻ അഭിരാം. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹായ്, ഞാൻ 7th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹായ്, ഐ ആം മെയ്ഡൻ. ഞാൻ ഫസ്റ്റ് ബിയിലാണ് പഠിക്കുന്നത്. ഹായ്, ഐ ആം വിനു. ഐ ആം 2ാം ക്ലാസ്. എന്റെ പേര് അൽബി, ഞാൻ 8ാം ക്ലാസ്സിൽ. എന്റെ പേര് ജൂഡി, ഞാൻ പഠിക്കണ 9ൽ. എന്റെ പേര് ദേവാനന്ദ്, ഞാൻ പഠിക്കണ 5ൽ. എന്റെ പേര് കിഷൻ, ഞാൻ പഠിക്കുന്നത് 8th. എന്റെ പേര് അദ്വൈത്. My name is Niranjan. I am studying 3rd standard. മോത്തി വന്നിട്ടുണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട്. മോത്തി വന്നിങ്ങനെ പങ്കെടുക്കാണ്. ഒരു പേടിച്ചിട്ട് നിൽക്കേറ്റാണ് നിങ്ങൾ കാരണം കേട്ടാ. പാവം മോത്തി. മണികണ്ഠൻ എന്നാണ് എഴുതേണ്ടത്. 30 സെക്കൻഡാണ് സമയം അനുവദിക്കുന്നത്. ടൈം സ്റ്റാർട്ട്സ് നൗ. അല്ലേ? സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. തേർഡ് ക്ലാസ് നിരഞ്ജന. തേർഡ് ക്ലാസ് നിരഞ്ജന മണികണ്ഠൻ എഴുതിയേക്കണതാണ് കേട്ടോ ഇത്. വെരി ഗുഡ്. ആൻഡ് സിറിൽ എങ്ങനെയാണ് മണികണ്ഠൻ എഴുതിയേക്കണത് നോക്കട്ടെ അല്ലേ? പറവൂരല്ലേ പഠിക്കണത്? പറവൂരല്ല പഠിക്കണത്? ഏത് ക്ലാസ്സില്? 5th ക്ലാസ്സില്. എങ്ങനെയാണ് മണികണ്ഠൻ മലയാളത്തിൽ എഴുതിയേക്കണത്? ഇതാണോ മണികണ്ഠൻ അല്ലേ? കിഷൻ. കിഷൻ വന്നിട്ടുണ്ട്. ഏത് ക്ലാസ്സാണ്? ഏത് ക്ലാസ്? 6ാം ക്ലാസ്സില് കിഷൻ പഠിക്കണത്. നോക്ക്, കിഷൻ 6ാം ക്ലാസ്സിൽ പഠിക്കണ കിഷൻ എഴുതിയത് മണികണ്ഠൻ അല്ലേ? 8th ക്ലാസ്. എവിടെയാണ് പഠിക്കണത്? അല്ലേ? എങ്ങനെയാണ് അപ്പൊ മണികണ്ഠൻ എഴുതിയേക്കണത്? ഇതാണോ? ഓക്കെ അല്ലേ? എങ്ങനെയാ മണികണ്ഠൻ എഴുതിയത്? മണികണ്ഠൻ ഇതാണോ? ഓക്കെ. ക്ലാസ്സിൽ പഠിക്കുന്നു 7ല്. എങ്ങനെയാ മണികണ്ഠൻ എഴുതിയേക്കണത്? ഇതാണോ മണികണ്ഠൻ എഴുതിയത്? ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണത്? ചൂട് 9ലാണ് പഠിക്കണത്. എങ്ങനെയാ മണികണ്ഠൻ എഴുതിയത്? ഇതാണോ മണികണ്ഠൻ? ഓക്കെ അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണ? ഫസ്റ്റ് ബി. മണികണ്ഠൻ ഇങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ? ഇതാണ് എഴുതിയേക്കുന്നത് മണികണ്ഠൻ അല്ലേ? ഇത് ശരിയാണെന്ന് തോന്നണ്ട. ശരി, ഓക്കെ. എന്താണ് പേര്? മണികണ്ഠൻ. അതല്ല, എന്താ പേര്? അപ്പൊ എന്തെന്നാ നമ്മളിപ്പോ എഴുതിയത്? മണികണ്ഠൻ എന്ന് എഴുതിയത് എങ്ങനെയാണ് ഒന്ന് കാണിച്ചേ. ഇങ്ങനെയാണ് മണികണ്ഠൻ എഴുതേണ്ടത് അല്ലേ? ഓക്കെ. എങ്ങനെയാണ്? അഭിരാം. അപ്പോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്. മണികണ്ഠൻ എഴുതേണ്ടത് ഇങ്ങനെയാണ് അല്ലേ? ഓക്കെ. ഇത് കറക്റ്റായിട്ട് എഴുതിയത് അഭിറാമാണ്. ഇതാണ് അഭിറാം. അഭിറാമിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇതാണ് ഗിഫ്റ്റ്. ഓക്കെ. ഇത് ഇനിയും ഇതുപോലെ നന്നായിട്ട് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.